നമസ്കാരം. ഓട്ടിസമുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം മാതാവ് ജീവനൊടുക്കി. മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം മാതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു. മാണൂർ പുതുക്കുടി വീട്ടിൽ അനിതകുമാരി എന്ന 57-കാരി മകൾ 33-കാരിയായ അഞ്ജന എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. അനിതകുമാരിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ 1 വർഷം മുൻപാണ് മരിച്ചത്. എടപ്പാളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ അജിത് കുമാറിന്റെ സംരക്ഷണയിലാണ് ഇവർ കഴിഞ്ഞു വന്നത്. രാത്രി മകൻ ജോലിക്കായി പോയിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30-യോടെ അനിതകുമാരി മകനെ ഫോണിൽ വിളിച്ച് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം വന്നാൽ മതിയെന്നാണ് അറിയിച്ചത്. രാവിലെ അയൽവീട്ടുകാരാണ് അനിതകുമാരി വീടിന്റെ മുൻവശത്തെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് അഞ്ജനയെ തിരഞ്ഞു നടത്തിയ പരിശോധനയിലാണ് മുറ്റത്ത് വെച്ചിരുന്ന വെള്ളം നിറച്ച വീപ്പിൽ മകൾ അഞ്ജനയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുറ്റിപ്പുറം SHO കെ നൌഫലിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മലപ്പുറത്ത് നിന്ന് സയന്റിഫിക് വിരലടയാള വിദഗ്ധരെത്തി തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം ഇന്ന് നടക്കും. ഭർത്താവ് മരിച്ച ശേഷം ഇവർ വിഷാദത്തിലായിരുന്നുവെന്നും മകളുടെ സംരക്ഷണം സംബന്ധിച്ച മനോവിഷമം അലട്ടിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമ്മയുടെയും മകളുടെയും ദാരുണ മരണത്തിന്റെ ഞെട്ടലാണ് മാണൂർ ഗ്രാമം. ഇന്നലെ രാവിലെ 7-ഓടെയാണ് പറക്കുന്നിലെ അനിതകുമാരിയെ വീടിന് മുൻവശത്തെ മരത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം തൂങ്ങിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ വീടിന് മുൻവശത്തെ വീപ്പയിൽ വെള്ളത്തിൽ മുങ്ങി തലകീഴായി നിൽക്കുന്ന നിലയിൽ മകളെയും കണ്ടെത്തി. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 1 വർഷം മുൻപാണ് ഇത്തരത്തിൽ അനിതകുമാരിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മരിച്ചത്. ഇതോടെ മാനസികമായി തളർന്ന അനിതകുമാരി ആരുമായും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നില്ല. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൻ വൈകിട്ടോടെ ജോലിക്ക് പോയിരുന്നു. പോകുമ്പോൾ പതിവിലധികം സ്നേഹം പ്രകടിപ്പിച്ചതായിട്ടാണ് മകൻ ഓർക്കുന്നത്. പിന്നീട് പുലർച്ചെ 1:30-യോടെ വിളിച്ചുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം വന്നാൽ മതിയെന്ന് മകനോട് പറയുകയും ചെയ്തു. രാവിലെയാണ് ഈ ദുരന്ത വാർത്ത നാട്ടുകാരെയും ബന്ധുക്കളെയും തേടിയെത്തിയത്. മകനും ബന്ധുക്കൾക്കുമായി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് വീടിനകത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. മരണവിവരം അറിഞ്ഞ് ശാരീരിക അവശത അനുഭവപ്പെട്ട മകൻ അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഭയാനകമായ അവസ്ഥയിലൂടെ പരിണിത ഫലമാണിത്. ഇനി ആ മകനും അതേ അവസ്ഥയിലായി. മനുഷ്യൻ സമൂഹജീവിയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ട് ജീവിതം മുന്നോട്ട് പോയില്ല എങ്കിൽ മിക്കവരുടെയും അവസ്ഥയൊക്കെ ഇത് തന്നെയാണ്. ആ മകന് ഇനി വേണ്ടത് ഒറ്റപ്പെടലിൽ നിന്നുമുള്ള മോചനമാണ്. സാധാരണ രീതിയിൽ മക്കളെ കൊന്ന അമ്മ എന്ന് കേൾക്കുമ്പോഴൊക്കെ ദേഷ്യമാണ് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത്. പക്ഷേ ആ വാർത്ത പുറത്തു വന്നപ്പോൾ ആ അമ്മ അനുഭവിച്ച ദുരിതപൂർണമായ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും അതൊരു ദുരന്തമായിട്ടോ അല്ലെങ്കിൽ ദുരിതമായിട്ടോ തോന്നിയിട്ടുണ്ടാവില്ല. 30 വർഷം ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ആശ്രയിക്കുവാൻ ഒരാളുണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടമായപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മകൾക്ക് ആരാണ് ഉണ്ടാവുക എന്ന ചിന്തയിൽ നിന്നായിരിക്കാം ആ അമ്മയെ മിക്കവാറും ഈ ഒരു കടുങ്കൈ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ആ അമ്മയ്ക്കും മകൾക്കും ആദരാഞ്ജലികൾ.